ഹലോ ഗോയ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തുണ്ടിനെ പറ്റിയാണ്. തുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ എക്സാമിന് എഴുതി വയ്ക്കുന്ന തുണ്ടും, ഒന്ന് നമ്മൾ കാണുന്ന തുണ്ടും. ജസ്റ്റ് ഓക്കെ. പുറത്ത് ഭയങ്കര മാന്യന്മാരാണ്, ദൈവഭയമൊക്കെ വെച്ച് ദൈവമേ എന്നൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇമാരെ പോലുള്ള വൃത്തികെട്ടന്മാരെ ലോകത്ത് കാണില്ല. സോ പോണോഗ്രാഫി കാണുന്നത് നല്ലതാണെന്ന് കുറച്ചുപേർ പറയുന്നു, ചീത്തതാണെന്ന് കുറച്ചുപേർ പറയുന്നു. എന്താണ് റിയൽ പോൺ, എന്താണ് അത് കണ്ടാൽ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. സോ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. ദിസ് ഈസ് ജെറിൻ ആൻഡ് യു വാച്ചിങ് അബ്സ്റ്റൈൻ ക്രിയേഷൻസ്. സഹൃദരായ ശ്രോതാക്കളെ, നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോണോഗ്രാഫി കാണുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. പോൺ കാണുന്നത് സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഭയങ്കര എന്തെങ്കിലും ജീവിതത്തിൽ മൂഞ്ചി തെറ്റി, നമ്മൾ ഈ ജീവിതത്തിൽ മറ്റേ വിശ്വ മ്യൂസിക്കിന്റെ പാട്ട് പോലെ തന്നെ ഇന്ന് എനിക്കൊരു ബാഡ് ഡേ ജോയിന്റ് അടിക്കുന്നതിന് പകരം ഇതേപോലുള്ള പോൺ കാണാൻ തോന്നുവാണെങ്കിൽ കുറച്ച് സ്ട്രെസ് റിലീഫ് കിട്ടുന്നതാണ്. ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് കൂട്ടി നശിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ പോണൊക്കെ കാണുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ, ബ്രെയിനിൽ ഡോപ്പമിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് വരികയും നമുക്ക് ഒരുപാട് ഹാപ്പിനെസ്, സ്ട്രെസ് റിലീഫ് ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യും. ഇനി അടുത്തതായിട്ട്, ഞാനൊക്കെ ഈ സെക്സ്വലി ഇങ്ങനത്തെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത് 6ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. അതുവരെ എങ്ങനെയാണ് കുട്ടി ഉണ്ടാകുന്നതെന്നോ എന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല. അന്ന് മൊബൈലൊന്നും വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. മാത്രമല്ല അന്ന് കീപാഡ് ആണല്ലോ. ഞാൻ കുറച്ച് എൻ്റെ നൊസ്റ്റ് പഠിച്ച് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഈ പോണോഗ്രാഫി ഒക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പോഴെല്ലാം ടച്ച് പാഡിൽ ജസ്റ്റ് www. സൈറ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. സോ എന്താണ് സെക്സ് എന്നും, എന്താണ് മെയിൽ ബോഡി, എന്താണ് ഫീമെയിൽ ബോഡി, അതേപോലെ തന്നെ എന്തൊക്കെ ടൈപ്പ് സെക്സ്വൽ പ്രാക്ടീസസ് ഉണ്ട്, അങ്ങനെ സെക്സ്വലി എക്സ്പ്ലോറേഷൻ ചെയ്യാനായിട്ട് പോണോഗ്രാഫി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഈ അടുത്ത് പുറത്തുവിട്ട ഒരു സ്റ്റഡി അനുസരിച്ച് കപ്പിൾസ് ഒക്കെ ഒരുമിച്ചിരുന്ന് പോൺ കണ്ട് സെക്സ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഇന്റിമസി ഒക്കെ ഉണ്ടായതായിട്ട് ചില കപ്പിൾസിന് മാത്രമാണ് കേട്ടോ, എല്ലാവർക്കും അല്ല, ചില കപ്പിൾസിന് ഇന്റിമസി കൂടിയിട്ടുള്ളതായിട്ടുള്ള സ്റ്റഡീസ് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറിനെ കണ്ടാൽ നമുക്ക് സെക്സ്വലി അട്രാക്ഷൻ ഒന്നും തോന്നാതിരിക്കുക. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ സെക്സ്വൽ അറോസ് കൂട്ടാനും ഡിസയർ ഒക്കെ കൊണ്ടുവരാനൊക്കെ പോണോഗ്രാഫിക്ക് സാധിക്കും എന്നുള്ള കാര്യം ഉള്ളതാണ്. ഇത്രയൊക്കെ തന്നെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഇതിൽ കൂടുതൽ ഒരു തേങ്ങ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടില്ല. എപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നമ്മൾ സിനിമയിൽ കാണുന്നത് വേറെ, നമ്മുടെ റിയൽ ലൈഫിലുള്ളത് വേറെ. നമുക്കറിയാം, സിനിമയിൽ നടൻ വന്നിട്ട് 1000 പേര് ഇടിച്ചു തള്ളിയിടും, അടിച്ച് പൊട്ടിക്കും, കാറൊക്കെ എടുത്ത് പൊക്കും, കാറെടുത്ത് ആൾക്കാരെ എറിഞ്ഞ് കൊല്ലും. ഈ നടിയും നടനും മാത്രമുള്ള സിനിമയാണല്ലോ പോണോഗ്രാഫി. ഇതും ഒരു ടൈപ്പ് സിനിമ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, എവിടെ ഇത് വേണം, എവിടെ ഇത് വരണം, എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് അഭിനയിക്കുന്ന ഒരു സംഭവമാണ് പോണോഗ്രാഫി. അത് റിയൽ ലൈഫായിട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ഒരുപാട് എക്സ്പെക്ടേഷൻസും വയ്ക്കരുത് അത് കണ്ടിട്ട്. ജസ്റ്റ് നമ്മൾ സിനിമ കാണുന്ന ഒരു എന്റർടൈൻമെന്റ്, അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രം യൂസ് ചെയ്യേണ്ടതാണ് പോൺ. ഇതൊരു ജീവിത ഭാഗം ആക്കിയവർക്ക് ഫുള്ള് ലൈഫ് കുട്ടിച്ചോറായി മൂഞ്ചി തിരിഞ്ഞു പോയിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ, ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് അഡിക്ഷൻ ആണ്. നമ്മുടെ ബോഡിയിൽ ഇത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുകയും ഈ സ്ട്രെസ് ഒക്കെ റിലീഫ് ആവണമെന്നും തന്നെ നമ്മൾ കൂടുതൽ ടൈം ഇത് കാണാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇതിലോട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ നമ്മൾ മുതിരാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഫോൺ ചാർജ് ചെയ്യും, VPN കണക്ട് ചെയ്യും, ബ്രൗസ് ചെയ്യും, ഇനി ആഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കണ്ടുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പല രാജ്യങ്ങൾ സന്ദർശിച്ച് വരുമ്പോഴത്തേക്കും 1, 2, 3 മണിക്കൂർ കയ്യിൽ നിന്ന് അങ്ങ് പോകും. ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ 3 മണിക്കൂർ പോവാന്നൊക്കെ വെച്ചാൽ എന്താ ഇത്? നിങ്ങളുടെ ഈ ടീനേജ് അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ടൈം ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട കാര്യത്തിന് വേണ്ടി സമയം കളഞ്ഞ് തീർക്കരുത്. മറിച്ച് പൈസ ഉണ്ടാക്കുക, നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യുക, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടായിരിക്കുക, അത് ഫോളോ ചെയ്യുക, അതൊക്കെയാണ് വേണ്ടത്. എനിക്ക് പരിചയമുള്ള പല മുതിർന്ന ആൾക്കാരായിരുന്നാലും എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നാലും അവരുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് കാരണം വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ അഡൾട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബേസിക് ഡിസയർ ആണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പോണോഗ്രഫി കാര്യങ്ങളെ കണ്ടുവരുമ്പോഴത്തേക്കും നമ്മുടെ റിയൽ പാർട്ട്ണറുമായിട്ടുള്ള ഒരു ഇന്റിമസി കുറയുകയും അവരെ കണ്ടാൽ നമുക്ക് എറോസൽ തോന്നാറില്ല, ഡിസയർ തോന്നാറില്ല, അവരുമായിട്ട് ചെയ്യാൻ തോന്നാറില്ല. മറിച്ച് അവരായിട്ടുള്ള ആ ഒരു സമയം കട്ട് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് വന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് മാറിയിരുന്ന് ഫോൺ കാണുക, മാസ്റ്റർബേറ്റ് ചെയ്യുക, നമ്മുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ അവസാനം വരെ കാണേണ്ട ഒരാളിനെ നമ്മൾ അകറ്റുന്ന ഒരു പരിപാടിയാണ്. മനസ്സിലായില്ലേ? സോ ഇങ്ങനത്തെ പരിപാടികൾ ആകിലും കുറയ്ക്കുക. ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് പലർക്കും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഡൽഹിയിലും അതേപോലെ തന്നെ കേരള ഹൈക്കോടതിയിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കേസുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പെനിട്രേഷൻസ്,
ഒരു പോൺ കണ്ടിട്ട് അതേപോലെ തന്നെ ഭാര്യയുടെ അല്ലെങ്കിൽ സെക്സ്വൽ പാർട്ട്ണറിന്റെ മേലിൽ പരീക്ഷിക്കുക, അവർക്ക് താല്പര്യമില്ലാതെ അവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കുക, അങ്ങനെ മുറിവുണ്ടാകുക, അത് പിന്നെ വലിയ സെക്സ്വൽ പ്രോബ്ലംസ് ഡിസീസസ് ഉണ്ടാക്കുക, ഇങ്ങനെ ഒരുപാട് കേസുകൾ അവിടെ നിലനിന്നിരുന്നു. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോണോഗ്രാഫിയിൽ അഭിനയിക്കുന്ന നടീം നടനും അവർ പൈസ വാങ്ങുന്നു, അഭിനയിക്കുന്നു, പോകുന്നു. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ. അതൊരിക്കലും നമ്മളെ റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കാവുന്ന ഒരു സംഭവം ഒരിക്കലും അല്ല കേട്ടോ. നാച്ചുറൽ ആണ് നല്ലത് എന്ന് നമ്മുടെ മോഹൻലാലും മഞ്ജു വാര്യറൊക്കെ പറയുമ്പോൾ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സെക്സ് ആണ് എപ്പോഴും നല്ലത്. നമ്മൾ ഒരിക്കലും ഈ പോൺ കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ പോവുക, പെഗിങ് ചെയ്യുക, അനാൽ ചെയ്യുക, ഇങ്ങനെ ഒരുപാട് അൺനാച്ചുറൽ ആയിട്ടുള്ള സെക്സ് പ്രാക്ടീസസ് പോണോഗ്രാഫി കണ്ടുകൊണ്ടാണ് ആൾക്കാരിലോട്ട് എത്തുന്നത്. ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങൾക്കും ഒരുപോലെ വിയേർഡ് ആയിട്ടുള്ള സെക്സ്വൽ ഡിസൈർസ് ഉണ്ടെങ്കിൽ ഓക്കെ, ഫാന്റസീസ് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷെ ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്യിപ്പിച്ചോ അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ടോ റേപ്പ് ചെയ്തുകൊണ്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്ത് പറഞ്ഞൊരു പ്രധാന പ്രശ്നമാണ് ഈ പോണോഗ്രാഫി കാണുന്ന, അതായത് ഒഫീഷ്യൽ ഷൂട്ട് ചെയ്ത് എടുക്കുന്ന പോണോഗ്രാഫി കാണുന്ന എല്ലാവരും കാണുന്ന സംഭവമാണ് അല്ലാത്ത നെഗറ്റീവ് പോണോഗ്രാഫി, ചൈൽഡ് പോണോഗ്രാഫി, റേപ്പ്, അതേപോലെ തന്നെ ഹിഡൻ ക്യാമറാസ്, ഇങ്ങനെ ഒരുപാട് അല്ലാതെ നെഗറ്റീവ് പോൺസ് നമ്മുടെ ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഒഫീഷ്യൽ പോണോഗ്രാഫീസ് കാണുന്ന എല്ലാവരും തന്നെ ഇതിന്റെ പിറകെ പോകുന്നുണ്ടെന്നാണ് സ്റ്റഡീസും പറയുന്നത്. സോ ആകിലും ഇങ്ങനത്തെ നെഗറ്റീവ് പോണോഗ്രാഫി സ്റ്റോപ്പ് ചെയ്യുക, അത് നിങ്ങളുടെ മാനസികാവസ്ഥ തന്നെ ബാധിക്കും. ഇതിനൊക്കെ തെളിവുണ്ട് മക്കളെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ പോൺ ഹബിലെ ഒഫീഷ്യൽ റെക്കോർഡ്സ് പ്രകാരം അവരുടെ അൽഗോരിതത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള വാക്കുകളാണ് സ്റ്റെപ്പ് മോം, സ്റ്റെപ്പ് സിസ്റ്റർ ആൻഡ് ഫാമിലി സ്ട്രോക്സ്. നമ്മുടെ സൊസൈറ്റിയിലുള്ള ടാബൂസിന് എതിരായിട്ടുള്ള ഒരുപാട് ഫാന്റസീസ് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ പരിപാടി സെർച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഒഫീഷ്യൽ പോൺ ഹബിലും അതേപോലെ തന്നെ എക്സാംസ്റ്ററിലൊക്കെ ഉള്ള റെക്കോർഡ്സ് പറയുന്നത്. ഇങ്ങനത്തെ വീടായിട്ടുള്ള ഫാന്റസീസ് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ റിയൽ ആയിട്ടുള്ള അനുജത്തി ആയിരുന്നാലും നമ്മുടെ വകയിലെ കസിൻസ് ആയാലും നമ്മുടെ റിലേറ്റീവ്സ് ആയിരുന്നാലും നമ്മൾ ഇങ്ങനത്തെ കൂതറ വൃത്തികെട്ട പോണോഗ്രാഫി കണ്ടിട്ട് എവിടത്തൊക്കെ ഇടപെടുന്ന രീതിയും എവിടത്തൊക്കെ സംസാരിക്കുന്ന രീതിയും നമുക്ക് ഇവരെ മുഖത്ത് നോക്കി പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇതൊക്കെ കൊണ്ടെത്തിക്കുക. ഈ പോൺ കാണുന്നതിനുള്ള ഏറ്റവും പ്രശ്നമാണ് സാമാന്യം പൊങ്ങാതിരിക്കുക, അല്ലെങ്കിൽ സെക്സ്വൽ അറൈസ് ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ ഡീസെൻസിറ്റീവ് ആവുക. ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഗൈസ് നീ തീർന്നു. കാരണം നമ്മൾ ഈ സോഷ്യൽ ലൈഫിൽ തന്നെ നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഈ സെക്സ് എന്ന് പറയുന്ന ഒരു ദിവ്യമായ ഒരു കലയെ, ഒരു ആർട്ട് എന്ന് തന്നെ പറയണം, അങ്ങനത്തെ ഒരു സംഭവം നാച്ചുറലി നമ്മുടെ ദേഹത്ത് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതിനെ കൊല്ലുന്ന ഒരു സാധനമായിട്ട് തന്നെ നമുക്ക് പോണിനെ കണക്കാക്കാൻ പറ്റും. പിന്നെ ഈ ഇടയ്ക്കായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് അവൻ പറയുവാണോ നമ്മളൊക്കെ ആൽഫ മെയിൽസ് ആണ്. ആൽഫ മെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് നമ്മൾ ഹണ്ടിങ് ഗ്യാതറിംഗ് ഒക്കെ ചെയ്തിരുന്ന പഴയ കാലഘട്ടത്തിൽ, അതായത് സർവൈവ് ഓഫ് ദ ഫിറ്റസ്റ്റ്, അതിൽ ഫിറ്റ് ആയിട്ടുള്ള ആളിനെയാണ് ആൽഫ മെയിൽ എന്ന് പറയുക. ബാക്കിയുള്ള ആമ്പിള്ളേരൊക്കെ ഇടിച്ച് കൊന്നിട്ട് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ആള്, അതിനകത്തുള്ള ഏറ്റവും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു ഫീമെയിലിനെ കൊണ്ടുവന്നിട്ട് അവർ മേറ്റ് ചെയ്തിട്ട് നല്ല ശക്തരായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക. സോ ഇങ്ങനത്തെ മെത്തേഡായിരുന്നു നമ്മുടെ പണ്ടൊക്കെ തലമുറകൾ ഇങ്ങനെ കൈമാറി വന്നുകൊണ്ടിരുന്നത്. മൃഗങ്ങളുടെ ഇടയിൽ ഇപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ് ആൽഫ മെയിൽ. അവർ തമ്മിലുള്ള ആണുങ്ങൾ തമ്മിൽ ഇടിക്കും, മാന് തമ്മിൽ കൊമ്പിട്ടിടിക്കണം നിങ്ങൾ കാണാറുണ്ട്. ഏറ്റവും ഫണ്ണിയസ്റ്റ് ഫാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹിപ്പോപ്പൊട്ടാമസ് ഫാർട്ട് ചെയ്തിട്ടാണ് ഈ ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ മൃഗങ്ങളുടെ ഇടയിൽ ഒരുപാട് ഇങ്ങനത്തെ വിയേർഡായിട്ടുള്ള ആൽഫ മെയിൽ പരിപാടികളുണ്ട്. പക്ഷെ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ഇത് പണ്ടുണ്ടായിരുന്നു. കാരണം യുദ്ധം ചെയ്യുക, ആക്രമിക്കുക, പെണ്ണിനെ സ്വന്തമാക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യണമെന്നും എങ്ങനെയാണ് അട്രാക്ഷൻ എന്നും എല്ലാം സയന്റിഫിക്കലി അറിയാന്നുള്ള ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മൾ. അവൻ പറയണതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ആൽഫ മെയിലാണ് നമ്മൾ. സോ നമ്മൾ നമ്മുടെ ഇരയെ കീഴടക്കി വേണം നമ്മൾ സെക്സ് ചെയ്യാൻ. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത സംഭവമാണിത്. കാരണം സെക്സ് എന്ന് പറയുന്നത് രണ്ടുപേർക്കുള്ളതാണ്. ഇപ്പം അത് 3ഉം 4ഉം എത്രയൊക്കെ ആവാം, ആ രീതിയിൽ ലോകം മാറിക്കഴിഞ്ഞു. സോ രണ്ടുപേരുണ്ടെങ്കിൽ ഇയാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിപ്പിക്കുകയും പ്ലഷറൈസ് ചെയ്യണം എന്നാണ് ഒരു സെക്സിന്റെ നിയമം. എങ്കിൽ മാത്രമേ ഒരു ഗുഡ് സെക്സ് പൂർണ്ണതയിലെത്തുള്ളൂ. അല്ലാതെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് മറ്റ് രീതികളൊക്കെ ചെയ്യുന്ന സെക്സ് എല്ലാം ജസ്റ്റ് മാനസിക വിഭ്രാന്തികൾ മാത്രമാണ്. പോൺ കാണുന്ന ഭൂരിഭാഗം പേരിലും ഈ സെക്സ്വൽ വയലൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായതായിട്ട് റിപ്പോർട്ട്സും സ്റ്റഡീസും പറയുന്നുണ്ട്. മായാമോഹിനിയിലെ ദിലീപ് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗമുണ്ട്. നിങ്ങളത് വിളിച്ച് ഉണർത്തരുത്. നമ്മൾ മൃഗമായിട്ടല്ല മനുഷ്യരായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെ നമ്മൾ നോക്കുവാണെങ്കിലും ഈ പോണോഗ്രാഫി 60% മുതൽ 80% വരെ ഫിസിക്കലി ആൻഡ് മെന്റലി മനുഷ്യർക്ക് ഹാംഫുൾ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും അഡിക്ഷനോ പോണോഗ്രാഫിക് അഡിക്ഷനോ ഞാൻ ഈ പറഞ്ഞ പോലെ സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കുകയോ എന്തെങ്കിലും മാനസിക വിഭ്രാന്തികളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ
തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യുക. പ്രത്യേകിച്ച് സെക്സ്വൽ ഫാന്റസീസ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ പാർട്ട്ണറിനോട് തുറന്ന് സംസാരിക്കുക. അവരുമായിട്ട് ഓക്കെ ആക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം പോവുക. അല്ലെങ്കിൽ മൊത്തത്തിൽ ഡിസ്കംഫിഫിക്കേഷൻ ആയി പോകും. സോ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ പോസിറ്റീവ് കൂടുതൽ ആണെങ്കിൽ മാത്രമേ നമ്മളത് ചൂസ് ചെയ്യാവൂ. എൻ്റെ അനിയൻ ഉൾപ്പെടെ വളർന്നു വരുന്ന ഒരുപാട് കുട്ടികൾ ഈ പോർണോഗ്രാഫിയെ കണ്ട് മിസ്ലീഡ് ചെയ്ത് ഒരുപാട് തെറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ സൊസൈറ്റിയിൽ കാണുന്നത്. നിങ്ങളും നിങ്ങളുടെ കുട്ടികളും എല്ലാവരും തുല്യപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളെ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ അവരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഇതൊക്കെ ചെയ്യാൻ എനിക്കൊരു മോട്ടിവേഷൻ ആവും. സോ ആരും പറയാത്ത കാര്യങ്ങളും ആരും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ദിസ് ഈസ് ജിരൻ ആൻഡ് യു ആർ വാച്ചിങ് അപ്സ്റ്റേൺ ക്രിയേഷൻസ്. See you in another video.